ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. അതിൻ്റെ 29ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? അവളോടൊപ്പം ജീവിക്കാൻ ഗോപിക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. എങ്കിലും നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഒരിക്കലും ഇനി അങ്ങോട്ടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ്. പക്ഷേ നിങ്ങളൊത്ത് ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ എനിക്ക് വിശ്വാസമില്ല. മോളെയും അങ്ങോട്ട് കൊണ്ടുപോകാം. കൂടുതലൊന്നും പറയാതെ ദേവിക പോയി. അവളുടെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അവൾ അങ്ങനെയാണ്. ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ അതിൽ നിന്നും മാറുകയില്ല. ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് നല്ലത്. സുശീലയുമായി വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കി കിട്ടും. അവൾക്കും അതാണ് സുരക്ഷിതം. പക്ഷെ സൂരജിനെ ഉപേക്ഷിച്ച് ഗോപികൃഷ്ണൻ്റെ ഹൃദയത്തിലൂടെ ഒരു നീറ്റൽ കൊള്ളുമീൻ പോലെ പാഞ്ഞുപോയി. മെഡിക്കൽ കോളേജ് ക്യാൻറ്റീനിൽ ഒരു മേശയ്ക്ക് ഇരുവശത്തുമായി ഗാഥയും സൂരജ് ഇരുന്നു. ഇരുവരുടെയും മുമ്പിൽ ഓരോ കപ്പ് ചൂട് ചായ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചായ കുടിച്ചു തുടങ്ങിയിരുന്നില്ല. ഒരുപാട് സന്തോഷകരമല്ലാത്ത ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, വേർപാടുകളുടെയും. സൂരജ് പറഞ്ഞു. അതെ, ദുഃഖകരമായ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും പ്രതീക്ഷിക്കാത്ത ചില വേർപാടുകളും ദുഃഖത്തിന് ആക്കം കൂട്ടുന്നുണ്ട്, ഗാഥ പറഞ്ഞു. അതെ, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല സേതുവങ്കിള് നാട് വിട്ടു പോകുന്നു. സേതുവങ്കിള് മാത്രമോ? ഇന്നലെ മനീഷ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മമ്മിയും ഡാഡിയും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണെന്ന്. അവളെയും അവർ കൊണ്ടുപോവുകയാണെന്ന്. പോകാൻ അവൾക്കൊട്ടും മനസ്സില്ല. സൂരജ് ആശ്ചര്യത്തോടെ ഗാഥയെ നോക്കി. അയാൾക്കതൊരു പുതിയ അറിവായിരുന്നു. ഗോപികൃഷ്ണൻ അങ്കിൾ ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ചു വന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വീണ്ടും തിരിച്ചു പോകണമെന്ന് മമ്മിക്കാണ് നിർബന്ധമെന്ന് മനീഷ പറഞ്ഞു. അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പാവം കുട്ടി, ഗാഥ പറഞ്ഞു. എനിക്ക് തിരുവനന്തപുരം വിട്ടുപോകാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ സാരമില്ലായിരുന്നു. എന്നും വീട്ടിൽ താമസിക്കാമായിരുന്നു, സൂരജ് പറഞ്ഞു. വേക്കൻസികൾ എവിടെ കുറഞ്ഞെന്ന് അന്വേഷിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, PSC ഓഫീസിലൊന്ന് പോകണം. അവിടെ ലെറ്റർ കൊടുക്കണമല്ലോ, അന്നേരം തിരക്കാം. സൂരജ് PG കോഴ്സിന് ചേർന്ന സമയത്താണ് സർക്കാർ ആശുപത്രിയിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ വേക്കൻസിയിൽ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചത്. സൂരജ് അപേക്ഷിക്കുകയും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തു. നിയമന ഉത്തരവ് വന്നതും പാലക്കാട് ജില്ലയിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാവകാശം ചോദിക്കുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. കോഴ്സ് പൂർത്തിയാക്കിയ വിവരത്തിന് കത്ത് കൊടുത്താലുടൻ ഒഴിവുള്ള ആശുപത്രിയിൽ നിയമനം കിട്ടും. എവിടെ കിട്ടിയാലും അന്ന് ജോയിൻ ചെയ്യണം. പിന്നീട് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ മേടിച്ചാൽ മതിയല്ലോ, അവൾ പറഞ്ഞു. അതെ, കുറേ വർഷമായില്ലേ അമ്മയെ വിട്ട് ജീവിക്കുന്നു. എവിടെ പോസ്റ്റിംഗ് കിട്ടിയാലും അമ്മയെ കൂടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മ വരുമെങ്കിൽ. സൂരജ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അമ്മയ്ക്ക് അടുത്ത പ്രമോഷൻ കിട്ടുന്നവരെ ഇവിടുത്തെ ഓഫീസിൽ തന്നെ തുടരാൻ പറ്റിയേക്കും. തൽക്കാലം ഞാനും ഇവിടെ തന്നെ. നീറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നാൽ രജിസ്റ്റർ ചെയ്യണം. എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ ചേരണം, ഗാഥ പറഞ്ഞു. ചായ തണുക്കും മുമ്പ് അവർ കുടിക്കാൻ തുടങ്ങി. സുരഭി ആൻറ്റിയുടെ വിഷമമൊക്കെ മാറിയോ? സൂരജ് ചോദിച്ചു. മാറി വരുന്നുണ്ട്. പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ ഇനിയൊരു മാരീഡ് ലൈഫ് ഉണ്ടാവുകയില്ല. വീണ്ടും സേതുവങ്കലിനെ കണ്ടുമുട്ടാൻ ഇടവന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും കൂടി നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത്. പക്ഷേ ഇനി അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയണ്ട. മനസ്സിനിണങ്ങിയ ഒരു പുരുഷൻ ഇനിയും വന്നുകൂടായികയില്ല കഥ. സ്ത്രീക്ക് എത്ര പ്രായമായാലും ഒരു ആൺതുണ വേണം. അതുപോലെ തന്നെ പുരുഷനൊരു പെൺതുണയും, സൂരജ് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പഴയ കാലമല്ലത്. പണ്ട് അച്ഛനെയും അമ്മയും സംരക്ഷിക്കാൻ ഒരു മകനോ മകളോ എല്ലാ വീട്ടിലും ഉണ്ടാകുമായിരുന്നു. 3-4 മക്കളിൽ ഒരാൾ കുടുംബ വീട്ടിൽ കാണുമായിരുന്നു. പക്ഷേ ഇന്നോ 1-2 മക്കൾ മാത്രം. അവർ വീട് വിട്ട് പറന്നു പോകും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഒരാളെ നഷ്ടപ്പെട്ട മറ്റേയാൾ ഒറ്റപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അത് ശരിയാണ്. എൻ്റെ അമ്മയുടെ കാര്യം മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കിയ അമ്മയ്ക്ക് അവസാനത്തെ കാലത്ത് ഒരു കൂട്ടിന് പ്രസക്തിയില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഞാനില്ലേ, സൂരജ് പറഞ്ഞു. സൂരജിനെ പോലെ ഒരു മകനെ കിട്ടിയതാണ് അമ്മ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം. ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു.
ഞാൻ ചോദിക്കാൻ മറന്നു, സേതു അങ്കിളിൽ സൂരജിനെ വിളിച്ചോ ഈ അടുത്ത ദിവസങ്ങളിൽ? ഗാഥ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, അങ്കിൾ ഈ ആഴ്ച അവസാനം വരുന്നുണ്ട്. ഫ്ലാറ്റ് ഒഴിയണം, പിന്നെ ഓഫീസിൻ്റെ ചാർജ് കൈമാറണം. ഇന്നലെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? അങ്കിളിന് നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്രയപ്പ് ഡിന്നർ കൊടുക്കണം. ഇനി എന്തെങ്കിലും തമ്മിൽ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ലല്ലോ, സൂരജ് പറഞ്ഞു. അതോർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഡൽഹിയിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ സേതു അങ്കിൾ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ 1-2 ദിവസത്തേക്ക് മാത്രം. അവർ നടന്ന് വാർഡിലെത്തി. ശരി ഗാഥ, പിന്നെ കാണാം. ഗാഥയെ വാർഡിൽ വിട്ടിട്ട് സൂരജ് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളെ സുഷീല വിളിച്ചു. എന്താ അമ്മേ? അയാൾ ഉടൻ കോളെടുത്തു. പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? സുഷീല ചോദിച്ചു. എന്താണമ്മേ, എന്തെങ്കിലും അർജൻറ്റ് കാര്യം ഉണ്ടായോ? അയാളും ചോദിച്ചു. അത്യാവശ്യമില്ലാതെ ഞാൻ നിന്നെ വരാൻ നിർബന്ധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് എനിക്കും സംശയം ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടോ, അതോ കാല് സ്ലിപ്പായി എവിടെയെങ്കിലും വീണോ? ആദിയോടെ അയാൾ ചോദിച്ചു. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, എനിക്ക് സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട്, അതിനാണ്. സൂരജന് പെട്ടെന്ന് കാര്യം പിടികിട്ടി. തനിക്ക് വേണ്ടി അമ്മ ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നത്തെ ആ അഗ്രികൾച്ചർ ഓഫീസർ കുട്ടിയെപ്പോലെ. തൻ്റെ കല്യാണക്കാരി അല്ലാതെ അമ്മയ്ക്ക് വേറെ എന്ത് സീരിയസ് കാര്യം? ഓ, മനസ്സിലായി. പെണ്ണ് കാണാൻ പോകാനാണല്ലേ? ശരി, ഞാൻ വരാം. നാളെ തന്നെ വേണോ 2 ദിവസം കൂടി കഴിഞ്ഞാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? സൂരജ് ചോദിച്ചു. അതൊക്കെ വന്നിട്ട് പറയാം. നാളെ നിനക്കൊന്ന് വന്നൂടെ? സുശീല വീണ്ടും ചോദിച്ചു. ശരി, വരാം. ഉച്ച കഴിഞ്ഞാൽ അവിടെ എത്തൂ. മതിയല്ലോ? ഒടുവിൽ അയാളെ സമ്മതിച്ചു. മതി. നാളെ ഞാൻ ഓഫ് എടുക്കാം. രാവിലെ PSC ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരാം. ശരി, എത്ര ലേറ്റ് ആയാലും ഇവിടെ വന്ന് ഊണ് കഴിച്ചാൽ മതി. ലേറ്റ് ആവത്തില്ല. 2 മണിയോടെ ഞാൻ അവിടെ എത്തും. ശരി മോനെ. സുശീല കോള് കട്ട് ചെയ്തു. അമ്മ ചെല്ലാൻ പറഞ്ഞത് കല്യാണക്കാരൻ സംസാരിക്കാനല്ലെന്ന് സൂരജിന് പെട്ടെന്ന് തോന്നി. മറ്റെന്തോ ആണ് സംഭവം. എന്തായാലും നാളെ തന്നെ പോവുക തന്നെ. അന്ന് വൈകുന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെ മനീഷയുടെ വിളി വന്നു. ഡോക്ടർ തിരക്കിലാണോ? ഇപ്പോൾ അല്ല. മനീഷ എവിടെയാണ്? വീട്ടിലോ അതോ? ഞാൻ ഹോസ്റ്റലിലാണ്. മറ്റന്നാൾ ലാസ്റ്റ് എക്സാം കഴിയും. അന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവൾ പറഞ്ഞു. എക്സാം കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, സൂരജ് പറഞ്ഞു. ശരിയാ, പക്ഷെ വീട്ടിലേക്ക് ചെന്നാലും എത്ര ദിവസം അവിടെ കാണുമെന്ന് അറിയാൻ പറ്റില്ല. ഗാഥ പറഞ്ഞ കാര്യം അയാൾക്കപ്പോൾ ഓർമ്മ വന്നു. എല്ലാവരും കൂടി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയേക്കെന്ന് അറിഞ്ഞു. സത്യമാണോ? ഡോക്ടറോട് ആര് പറഞ്ഞു ഇക്കാര്യം? ഗാഥ. ശരിയാണ്, ഇനി അങ്ങോട്ടില്ലെന്നാണ് ഡാഡിയും മമ്മിയും പറഞ്ഞിരുന്നത്. പക്ഷെ അവർ തീരുമാനം മാറ്റി. വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഡാഡിയും മമ്മിയും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ രണ്ടുപേരും ഹാപ്പിയല്ല, അവൻ പറഞ്ഞു. മനീഷയ്ക്ക് അതെങ്ങനെ മനസ്സിലായി? സംസാരം കേൾക്കുമ്പോൾ അറിയാലോ. ഡാഡിയോടും മമ്മിയോടും ഡോക്ടറൊന്ന് സംസാരിക്കണം. ബാംഗ്ലൂരിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് പറയണം. അവർ വേണമെങ്കിൽ പോയിക്കോട്ടെ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറയണം. ഞാനിവിടെ അമ്മൂമ്മയോടൊപ്പം താമസിച്ചോളാം. ഞാൻ പറഞ്ഞാൽ മനീഷയുടെ ഡാഡിയും മമ്മിയും അത് കേൾക്കുമോ? എനിക്കും സംശയമാണ്, സൂരജ് പറഞ്ഞു. ഗാഥ ചേച്ചിയെയും കൂട്ടി വീട്ടിലൊന്ന് പോകണം. 2 പേരോടും സംസാരിക്കണം. പ്ലീസ് ഡോക്ടർ. പോകണേ? പോകാം. അവളുടെ സ്വരത്തിലെ നിസ്സഹായത മനസ്സിലായപ്പോൾ സൂരജ് പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. നാളെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. തിരിച്ചു വന്നാലുടൻ നെയ്യാറ്റിൻകരയ്ക്ക് പോകാം. അത് മതി. വന്നിട്ട് എന്നെ വിളിക്കണേ. വിളിക്കാം. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് സൂരജ് ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. മനീഷ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് അയാൾ ചിന്തിച്ചത്. വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഡാഡിയും മമ്മിയും ഹാപ്പിയല്ല. 2 പേരും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കാണോ? ചെന്ന് സംസാരിച്ചാൽ പോലും അവരത് വെളിപ്പെടുത്തണമില്ല. പിറ്റേന്ന് രാവിലെ പട്ടത്തുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിലേക്ക് സൂരജ് ചെന്നു. ജോയിനിങ് ടൈം നീട്ടിയത് അനുവദിച്ചുകൊണ്ട് ഇറങ്ങിയ ഉത്തരവും പുതിയ നിയമന ഉത്തരവും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തും അയാൾ അതിനുള്ള സെക്ഷൽ ഓഫീസറെ കണ്ടു കൊടുത്തു. 1 മാസത്തിനുള്ള ഓർഡർ കിട്ടും. ഇനി ജോയിൻ ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല സർ, തെക്കൻ ജില്ലകളിൽ വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കട്ടെ. ശരി സർ. സൂരജ് PSC ഓഫീസിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിൽ ഉള്ളൂരിലെത്തി. അവിടെ നിന്നും എറണാകുളം സൂപ്പർ ഫാസ്റ്റ് കിട്ടി. 2:30 അമ്പലപ്പുഴയിൽ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. സുശീല കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൊന്ന് വരുമെന്ന് പറഞ്ഞിട്ട്. 1/2 മണിക്കൂറിലേ വൈകിയുള്ളൂ. ചോറ് വിളമ്പ്, വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റത്തില്ല, സൂരജ് പറഞ്ഞു. തമാശ കേട്ട് അമ്മ ചിരിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ പതിവിലേറെ ഗൗരവത്തിലായിരുന്നു സുശീല.
അമ്മയുടെ അസിസ്റ്റൻ്റ് ഇന്ന് വന്നില്ലേ? ഊണ് കഴിക്കുന്നതിനിടയിൽ സൂരജ് തിരുക്കി. രജനിയുടെ കാര്യമാണ് അയാൾ ചോദിച്ചതെന്ന് സുശീലയ്ക്ക് മനസ്സിലായി. അവൾ ഇപ്പോഴാണ് പോയത്. രജനിയെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ടതാണെന്ന് മാത്രം സുശീല പറഞ്ഞില്ല. അമ്മ കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ സൂരജ് പറഞ്ഞു. ഞാൻ 1 മണിക്കേ കഴിച്ചു. അതായിരുന്നു അവളുടെ പതിവ്. സൂരജ് ഊണ് കഴിച്ച് എഴുന്നേറ്റു. പ്ലേറ്റുകൾ കഴുകി വെച്ചിട്ട് സുശീല അയാളുടെ അടുത്ത് വന്നിരുന്നു. ഇതുവരെ നിന്നോട് സംസാരിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പറയാനാണ് നീ അത്യാവശ്യമായിട്ട് വരാൻ ഞാൻ നിർബന്ധിച്ചത്. ശാന്തമായ സ്വരത്തിൽ അപ്പോൾ സുശീല തുടക്കട്ടു. ആകാംക്ഷയോടെ സൂരജ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അധ്യായം 24. അമ്മ എന്ത് രഹസ്യമാണ് നിന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്നായിരിക്കും ഇപ്പോൾ നിൻ്റെ വിചാരം. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. സമയമാവുമ്പോൾ പറയണമെന്ന് തീരുമാനിച്ചാണ്. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. സാവകാശം സുശീല പറഞ്ഞു. അമ്മയുടെ മുഖത്ത് നോക്കി ഇരുന്നതേയുള്ളൂ സൂരജ്. ശാന്തമായിരുന്നു സുശീലയുടെ മുഖം. പക്ഷേ ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ സ്വയം അടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകാതിരുന്നില്ല. നിൻ്റെ അച്ഛനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അറിയാതെ സൂരജ് ഒന്ന് ഞെട്ടി. എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയി എന്നാണ് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് കള്ളല്ല. നീ ജനിക്കും മുമ്പേ അച്ഛൻ പോയി എന്ന് ഒരു ചെറിയ തിരുത്തലുണ്ടെന്ന് മാത്രം. എന്തായിരുന്നു കാരണം? അതൊക്കെ ഞാൻ പറയാം. നാട് വിട്ടുപോയ ശേഷം എവിടെയാണെന്നോ വേറെ കല്യാണം കഴിച്ചു കാണുമോ എന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും 1 മാസം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു. സുശീല പറഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടോ? പെട്ടെന്ന് സൂരജ് ചോദിച്ചു. ഉണ്ട്. എവിടെ? വിദേശത്തായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. വേറെ ഫാമിലി ഉണ്ടോ? ഉണ്ട്. കോപം കൊണ്ട് സൂരജിൻ്റെ മുഖം ചുവക്കുന്നത് സുശീല കണ്ടു. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയില്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ കാണും. അത് തെറ്റാണെന്ന് പറയാനും പറ്റില്ല. ഞാനത് സമ്മതിച്ചിട്ടില്ല. ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ഒരാളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ചെയ്തത് വലിയ തെറ്റാണ്. തിരിച്ചു വന്നപ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കാത്തത് 2ാമത്തെ തെറ്റ്. ആ സ്ത്രീയെ മറന്ന് വേറൊരു സ്ത്രീയെ ഭാര്യയാക്കിയത് 3ാമത്തെ തെറ്റ്. സൂരജ് വെറുപ്പോടെ പറഞ്ഞു. അമ്മയ്ക്ക് മാപ്പ് കൊടുത്ത് മാത്രമേ ശീലമുള്ളൂ മോനെ. ജീവിതത്തിലെ കയ്പുനീര് ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കേണ്ടി വന്നെങ്കിലും അമ്മയ്ക്ക് ആരോടും പകയില്ല. എല്ലാവരോടും നന്മ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. സുശീല പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ സൂരജ് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അച്ഛനെക്കുറിച്ച് വെറുപ്പോടെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. കാണണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അഥവാ എന്തെങ്കിലും ആ മുഖമൊന്ന് വന്നുപെട്ടാൽ ചോദിക്കാൻ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ കരുതി വെച്ചിട്ടുമുണ്ട്. നീ എന്താണ് ആലോചിക്കുന്നത്? സുശീല ചോദിച്ചു. അച്ഛനെന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മ എങ്ങനെയാണ് അറിഞ്ഞത്? ആരാണ് പറഞ്ഞത്? കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. സൂരജ് വീണ്ടും ഞെട്ടി. നമ്മുടെ ഈ വീട്ടിലോ? അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. എന്നിട്ടാണ് വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. സൂരജ് രോഷം കൊണ്ടു. അറിയില്ലായിരുന്നു. യാദൃശികമായി അറിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. എന്തിന്? സുഖമായിരിക്കുന്നോ എന്ന് വിശേഷം ചോദിക്കാനോ? പുച്ഛത്തോടെ സൂരജ് ചോദിച്ചു. അല്ല, മാപ്പ് പറയാൻ. ചെയ്ത ക്രൂരതയും വഞ്ചനയും ദുഷ്ടത്തരവും മാപ്പ് എന്ന ഒരു വാക്ക് പറഞ്ഞ് കഴുകി വെടിപ്പാക്കാൻ വേണ്ടിയല്ലേ? അതറിയില്ല. നിങ്ങളെ എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ മടക്കി അയച്ചു. അത് വിശ്വസിച്ച് തിരിച്ചുപോയോ? എങ്ങനെ വിശ്വസിക്കും? പക്ഷെ കഴിഞ്ഞതൊന്നും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായി കാണും. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുഖമടക്കം അടി കിട്ടിയതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിലും വലിയ ശിക്ഷയൊന്നും എനിക്ക് കൊടുക്കാനില്ല മോനെ. അമ്മ അങ്ങനെ പെരുമാറിയത് വളരെ നന്നായി എന്ന് സൂരജിന് തോന്നി. ശരിയാണ്, അതിലും വലിയൊരു ശിക്ഷ വേറെ കൊടുക്കാനില്ല. സംസ്കാരസമ്പന്നമായ ശിക്ഷ. ഒരു സാധാരണ സ്ത്രീയെപ്പോലെ ചൂലെടുത്തിറങ്ങിച്ചെല്ലാൻ അമ്മയ്ക്ക് പറ്റില്ല. അതേ മോനെ, അമ്മയ്ക്കത് പറ്റില്ല. വേണമെങ്കിൽ ഇക്കാര്യം നിന്നോടെനിക്ക് പറയാതിരിക്കാമായിരുന്നു. പക്ഷെ വേറൊരാളിൽ നിന്ന് നീ അത് അറിയുന്നതിലും നല്ലത് ഞാൻ തന്നെ പറയുന്നതാണെന്ന് വിചാരിച്ചതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് നീ ഇങ്ങോട്ട് വരാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഈ രഹസ്യം വേറെ ആർക്കും അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ആരെങ്കിലും എന്നോട് പറയും? സൂരജ് ചോദിച്ചു. നീ മകനാണെന്ന് നിൻ്റെ അച്ഛനറിയാം. അതങ്ങനെ? അമ്മ പറഞ്ഞോ? ഇല്ല, നീ മോനാണെന്ന് അറിഞ്ഞിട്ടാണ് എന്നെ കാണാൻ വീട് തപ്പിപ്പിടിച്ചു വന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരെങ്കിലും പറയാതെ എങ്ങനെ അറിയും ഞാൻ മകനാണെന്ന്? അപ്പോൾ വേറെ ആർക്കോ ഈ സത്യം അറിയാം. വിശ്വാസം വരാതെ സൂരജ് പറഞ്ഞു. ഗോപികൃഷ്ണൻ എന്നാണ് നിൻ്റെ അച്ഛൻ്റെ പേര്. ഒടുവിൽ സുശീല വെളിപ്പെടുത്തി. ഗോപിയങ്കിള്. സ്തംഭനായി സൂരജ് ഇരുന്നു. സുശീല മെല്ലെ തലകുലുക്കി. മനീഷയുടെ ഡാഡി. സൂരജ് വീണ്ടും പറഞ്ഞു. അതെ, ആ കുട്ടി നിൻ്റെ അനുജത്തിയാണ്. അന്ന് ആ കുട്ടിയുടെ ഫോട്ടോ എന്നെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു.
നിന്റെ അച്ഛൻ്റെ മകളാണെന്ന്. പുതിയ അറിവിൻ്റെ ഭാരം താങ്ങാനാവാതെ സൂരജ് തലകുമ്പിട്ടിരുന്നു. സ്വന്തം മകനാണ് താനെന്ന് ഗോപിയെങ്കിലിന് അറിയാമായിരുന്നു. പക്ഷെ അത് മറച്ചു വച്ചാണ് തന്നോട് സംസാരിച്ചതും പെരുമാറിയതും. താൻ അമ്പലപ്പുഴയിലുള്ള സുശീലാദേവിയുടെ മകനാണെന്ന് സേതു അങ്കിളിൽ നിന്നോ ഗാഥയിൽ നിന്നോ അങ്കിൾ മനസ്സിലാക്കി കാണും. സംശയം തോന്നിയിട്ടായിരിക്കും അമ്മയെ കാണാൻ വന്നത്. അറിഞ്ഞ മട്ട് നീ നടിക്കാതിരുന്നാൽ മതി. അച്ഛനാണെന്ന് ബന്ധം പറഞ്ഞ് നിന്നോട് സംസാരിക്കാനൊന്നും വരില്ല. അക്കാര്യം ആരോടും പറയാനും സാധ്യതയില്ല. ഇത്രയുമൊക്കെയായ സ്ഥിതിക്ക് കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. നന്നായി അമ്മേ, അല്ലെങ്കിൽ ഞാൻ വെടിവേഷം കെട്ടേണ്ടി വന്നേനെ. ഒരുപക്ഷെ സേതു അങ്കിൾ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കാനാണ് സാധ്യത. കാരണം ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, സുശീല പറഞ്ഞു. അത് ശരിയാണെന്ന് സൂരജനും തോന്നി. അന്ന് വൈകുന്നേരം അയാൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. രാവിലെ ഗാഥയും രോഷ്നിയും ധന്യയും ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് സേതുമാധവൻ്റെ വിളി വന്നത്. ഇന്ന് ബുധനാഴ്ചയാണല്ലോ. സേതു ഇന്ന് വിളിക്കുമെന്ന് സുരഭിക്ക് അറിയായിരുന്നു. അവൾ ഉടൻ കോൾ എടുത്തു. ഞാൻ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഫ്ലൈറ്റ് കാത്തിരിക്കുന്നു. വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ. എപ്പോൾ ഇവിടെ എത്തും? 2 മണിക്കൂർ മതിയല്ലോ. 11:30 അവിടെ ലാൻഡ് ചെയ്യും. ഗോപി കാണും എന്നെ റിസീവ് ചെയ്യാൻ. ബുധനാഴ്ച ആവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, അവൾ പറഞ്ഞു. ഞാനും. നമ്മളെന്നാണ് കാണുന്നത്? ഒരാഴ്ച തിരുവനന്തപുരത്തുണ്ടാവും എന്നാണ് നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ 4 ദിവസമേ ഉണ്ടാവൂ. നാളെ ഓഫീസിലൊന്ന് പോകണം. തിരക്കായിരിക്കും. മറ്റന്നാൾ കാണാം. ഞാൻ അങ്ങോട്ട് വരാം, സേതുമാധവൻ പറഞ്ഞു. പകൽ മോള് കാണുകയില്ല. അവളുടെ കൂട്ടുകാരികൾക്കും സേതുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അവർ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കി നാട്ടിലേക്ക് പോകും. എങ്കിൽ വൈകുന്നേരം വരാം. നമുക്കൊന്നിച്ച് ഡിന്നർ കഴിക്കാൻ എങ്ങോട്ടെങ്കിലും പോകാം. ശരി, ഞാൻ മോളോട് പറയാം. വൈശാഖി മോൾ എന്തു പറയുന്നു? വിഷമമൊക്കെ മാറിയോ? സുരഭി ചോദിച്ചു. ഇപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാറില്ല. പക്ഷെ സകല സമയത്തും ഞാൻ കൂടെ തന്നെ വേണം. ഞാൻ അവളെ വിട്ടു പോകുമെന്ന പേടിയാണ്. പാവം കുട്ടി. 7 ദിവസം എന്നത് 4 ചുരുക്കാൻ കാരണം അവളാണ്. തിങ്കളാഴ്ച തിരിച്ചു ചെല്ലാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ പോരുന്നത്. എങ്കിൽ പിന്നെ മോളെക്കൂടി കൂട്ടായിരുന്നില്ലേ? നമ്മുടെ നാട് മോള് കാണട്ടെ, സുരഭി പറഞ്ഞു. ഞാനത് പറഞ്ഞതാ. പക്ഷെ അവളത്ര താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചുമില്ല. അവിടെ സേതുവിൻ്റെ വൈഫിൻ്റെ ഫാമിലി ഉണ്ടല്ലോ, അവരോടൊപ്പം കഴിയാനായിരിക്കും മോൾക്കിഷ്ടം. ഇവിടെ വന്ന ഡാഡിക്ക് പല എൻഗേജ്മെൻറ്റ്സും കാണുമെന്ന് മോൾക്കറിയാം. ഡാഡിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും. അതായിരിക്കും കാരണമെന്ന് എനിക്കും തോന്നുന്നു. സുരഭിക്ക് ഓഫീസിൽ പോകാൻ തയ്യാറാകണ്ടേ? വെച്ചോളൂ, ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം, സേതുമാധവൻ പറഞ്ഞു. ശരി സേതു. സുരഭി കോള് കട്ട് ചെയ്തു. അവളുടെ മനസ്സ് ഉണർന്നു കഴിഞ്ഞിരുന്നു. നാളെ സേതുവിനെ കാണാം. കുറച്ചു നേരം ഒന്നിച്ചുണ്ടാവും. അന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഗാഥയും കൂട്ടുകാരികളും വന്നപ്പോൾ സേതുമാധവൻ്റെ കാര്യം അവൾ പറഞ്ഞു. ഓ, സേതു അങ്കിൾ വന്നോ? അവൾ സന്തോഷിച്ചു. ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ഇന്ന് നെയ്യാറ്റിൻകരയിലാണ് ഗോപികൃഷ്ണൻ്റെ വീട്ടിൽ. ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അങ്ങോട്ട് പോകും. നമ്മളെപ്പോഴാണ് അങ്കിളിനെ കാണുന്നത്? നാളെ വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും കൂടി ഡിന്നർ കഴിക്കാൻ പോകാമെന്ന്. ഗ്രേറ്റ് ഐഡിയ. ഞങ്ങൾ കഴിയുന്നത് നേരത്തെ വരാം, അവളേറ്റു. സൂരജ് അറിഞ്ഞു കാണുമോ സേതു എന്ന കാര്യം? അറിഞ്ഞു. ഞാനിന്ന് സൂരജിനെ കണ്ടിരുന്നു. കക്ഷി മിനിഞ്ഞാന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന ശേഷം എന്തോ ഒരു മാറ്റം, ഒരു തരം മൂഡ് ഓഫ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് തുറന്നു പറയുന്നുമില്ല, ഗാഥ പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാകിയോ മറ്റോ ആയിരിക്കുമെന്നേ, സുരഭി സംശയിച്ചു. ഞാനത് ചോദിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. സൂരജും കോഴ്സ് കഴിഞ്ഞ് പോകാറായല്ലോ, അതിൻ്റെ ഒരു വിഷമം കാണുമായിരിക്കും. അതല്ല അമ്മേ, വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ്. സാരല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നീ അവനെ അധികം ശല്യപ്പെടുത്താനൊന്നും പോലെ. ഇല്ലമ്മേ. പിറ്റേന്ന് വൈകുന്നേരം 7 മണിയായപ്പോൾ സേതുമാധവൻ വന്നു. നീല ജീൻസും ഇറക്കമുള്ള വെള്ള കുർത്തയുമായിരുന്നു വേഷം. സേതു കൂടുതൽ സുന്ദരനായിട്ടുണ്ടെന്ന് സുരഭിക്ക് തോന്നി. വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി നിന്നു. അലകൾ ഉയരുന്ന 2 സാഗരങ്ങളായിരുന്നു അവരുടെ കണ്ണുകൾ. അവളുടെ ഭംഗിയുള്ള നീണ്ട വിരലുകളിൽ സ്പർശം അവൾ അറിയാതെ കൊതിക്കുകയും ചെയ്തു. ഗാഥ വന്നോ? അകത്തേക്ക് കയറിക്കൊണ്ട് സേതുമാധവൻ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വരും. ഹോസ്പിറ്റലിൽ നിന്ന് അവരിറങ്ങിയിട്ടുണ്ട്. സേതു ഇരിക്കി. അയാൾ സെറ്റിയിലിരുന്നു. ഒരു ചായ കുടിക്കാമല്ലേ? സുരഭി ചോദിച്ചു. അതെ, മായയുടെ ചായ കുടിച്ചിട്ട് എത്ര നാളായി? അയാൾ പറഞ്ഞു. സുരഭി കിച്ചണിലേക്ക് ചെന്നു. സേതു വന്നു. മായേ, സംസാരം കേട്ട് ചേച്ചി.
മായ പറഞ്ഞു. ചായ വേണം. 2 പേർക്കും എടുക്കട്ടെ? വേണ്ട, 1 മതി. ചേച്ചി ചെല്ലേ, ഞാൻ ചായ കൊണ്ടുവരാം. സുരഭി ഉടൻ തന്നെ സേതുമാധവൻ്റെ അടുത്തേക്ക് ചെന്നു. മായുള്ളത് വലിയ സൗകര്യമാണല്ലേ? സേതുമാധവൻ പറഞ്ഞു. അതെ, അവൾ കുറേ കാലമായി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഗാഥയുടെയും എൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ അവൾക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാം നോക്കിക്കണ്ട് ചെയ്യും. പക്ഷെ ചില സമയത്ത് അസൗകര്യമാണ്. അയാൾ പറഞ്ഞത് സുരഭിക്ക് മനസ്സിലായില്ല. അവൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പം മായ എവിടെ ഉള്ളത്? ഒരു അസൗകര്യമല്ലേ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. അപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. അല്പം ഒരു ലജ്ജയോടെ അവൾ അയാളെ തലചരിച്ചൊന്ന് നോക്കി. കുറുമ്പിന് ഒട്ടും കുറവില്ലല്ലോ, അവൾ പറഞ്ഞു. കുറയ്ക്കണോ? അയ്യോ, കുറയ്ക്കണ്ട. 2 പേരും ചിരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മായ ഒരു കപ്പ് ചായയായിട്ട് വന്നു. എന്താ മായേ, സുഖമല്ലേ? ചായ വാങ്ങിക്കൊണ്ട് സേതുമാധവൻ ചോദിച്ചു. അതെ, പക്ഷെ ചേച്ചിക്കും ഗാതമോൾക്കും അത്ര സുഖമൊന്നുമില്ല, മായ പറഞ്ഞു. അതെന്താ? സാറ് ഇവിടുന്ന് പോവാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ 2 പേരുടെയും സന്തോഷമില്ലാതായി. സേതുമാധവൻ അപ്പോൾ സുരഭിയുടെ നേർക്കൊന്ന് നോക്കി. അവളുടെ മുഖം അറിയാതെ കുനിഞ്ഞു. ഒരിക്കലും മായയ്ക്കും ഈ വീട് വിട്ട് പോകേണ്ടി വരില്ലേ കല്യാണം കഴിയുമ്പോൾ? ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് മായ, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എനിക്ക് വിഷമമൊന്നുമില്ലെന്നാണോ വിചാരം? എൻ്റെ മനസ്സിവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദത ഉണ്ടായി. ശരി, ഞാൻ പോവാണേ, കുറച്ച് ജോലിയുണ്ട്. മായ പതിയെ പിൻവാങ്ങി. അപ്പോഴേക്കും ഗാഥയും രോഷണിയും ധന്യയും വന്നു. അങ്കിളെത്തിയോ? ഞങ്ങൾ അല്പം ലേറ്റായി, സോറി. അയാളെ കണ്ട ആഹ്ലാദത്തോടെ ഗാഥ പറഞ്ഞു. ഏയ്, എനിക്ക് തിരക്കില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്, അയാൾ പറഞ്ഞു. അങ്കിളെ, ഹോസ്പിറ്റലിൽ നിന്നും വന്നതല്ലേ, ഞങ്ങൾ കുളിച്ചിട്ട് വരാം, ധന്യ പറഞ്ഞു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മണം സഹിക്കേണ്ടി വരും. രോഷിണിയാണ് അത് പറഞ്ഞത്. ശരി, പോയിട്ട് വാ, അയാൾ അനുവാദം കൊടുത്തു. 3 കൂട്ടുകാരികളും കുളിച്ചു വേഷം മാറി പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങൾ റെഡി, മായയെ തനിച്ചാക്കണ്ട, സേതുമാധവൻ പറഞ്ഞു. ഇല്ല സേതു, അവൾ നമ്മുടെ കൂടെ വരാൻ മടി പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് ഡ്രസ്സ് ചെയ്യിച്ച് നിർത്തിയിട്ടുണ്ട്, സുരഭി അറിയിച്ചു. വെരി ഗുഡ്. 2 കാറുകളിലാണ് അവർ പട്ടത്തുള്ള പുതിയ ഹോട്ടലിലേക്ക് പോയത്. ബുഫേ ഡിന്നറായിരുന്നു. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. മായയ്ക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. അവൾ പകച്ചു നിന്നെങ്കിലും ഗാഥയും കൂട്ടുകാരികളും പുതിയ രീതികൾ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭക്ഷണം കഴിച്ച് അവർ ഫ്ലാറ്റിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. അങ്കിള് സൂരജിനെ കണ്ടോ? ഗാഥ ചോദിച്ചു. ഇല്ല, നാളെ കാണുന്നുണ്ട്. നാളെ സൂരജിൻ്റെയും ഗോപികൃഷ്ണൻ്റെയും എൻ്റെയും ദിവസമാണ്. രാത്രിയിൽ ഒന്നിച്ച് ഡിന്നർ. ഗോപി ഓക്കെ, പക്ഷെ സൂരജിനെ വിളിച്ചപ്പോൾ എന്തോ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പ്രോഗ്രാം മറ്റന്നാളേക്ക് മാറ്റും, സേതുമാധവൻ പറഞ്ഞു. അയാൾ ഫ്ലാറ്റിലേക്ക് ചെന്നില്ല. താഴെ വെച്ച് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സുരഭി അയാളെ വിളിച്ചു. അവൾ കോളെടുത്തു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ എന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവളൊന്നും പറഞ്ഞില്ല. നാളെ പകൽ എനിക്ക് യാതൊരു പ്രോഗ്രാമും ഇല്ല, ഫ്ലാറ്റിലുണ്ടാവും. സുരഭിക്ക് വേറെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ 2 പേരും മാത്രമായി കുറച്ച് സമയം, അയാൾ പറഞ്ഞു. പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. രാവിലെ ഞാൻ വിളിക്കാൻ ചെയ്തു എങ്കിലും, അവൾ പറഞ്ഞു. അത് മതി, സാധിക്കുമെങ്കിൽ മാത്രം. അപ്പോഴാണ് ഗാഥ ബെഡ്റൂമിലേക്ക് വന്നത്. മൊബൈൽ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സുരഭിയെ അവൾ കണ്ടു. ആരാണ് വിളിച്ചത്? അവൾ തിരക്കി. സേതു. എന്തു പറ്റി? ഇപ്പോഴും ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, സേതുമാധവൻ പറഞ്ഞ കാര്യം സുരഭി അവളെ അറിയിച്ചു. ഓ, അതാണോ ചിന്തിച്ചിരുന്നത്? അമ്മ പോണം, അതിലൊരു മടിയും വേണ്ട. സേതുവങ്ങൾ അന്യനൊന്നും അല്ലല്ലോ. ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നീട് അതോർത്ത് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും, ഗാഥ പറഞ്ഞു. അതോടെ സുരഭിക്ക് തീരുമാനമെടുക്കാനുള്ള തടസ്സം മാറി. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വിളിച്ച് അവളന്ന് ലീവ് പറഞ്ഞു. 10 മണി കഴിഞ്ഞപ്പോൾ സേതുമാധവനെ വിളിച്ചു. ഫ്ലാറ്റിലുണ്ടോ സേതു? ഞാൻ വരട്ടെ? വരൂ, 9th ഫ്ലോറിൽ നാൻസിയാണ് നമ്പർ, അയാൾ പറഞ്ഞു. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുരഭിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നെങ്കിലും കവടിയാറ് ഭാഗത്ത് കാറെത്തിയപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയ പരിഭ്രമം ഉടലെടുത്തു. ഫ്ലാറ്റിൽ വേറെ ആരും ഉണ്ടാവില്ല, സേതുവും താനും മാത്രം. അവളുടെ കാലുകൾക്ക് ഒരു ബലഹീനത അനുഭവപ്പെട്ടു. പക്ഷേ അപ്പാർട്ട്മെൻറ്റ് മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ കാറ് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ ലിഫ്റ്റിൽ കയറി 9ാമത്തെ നിലയിലേക്ക് പോയി. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ
വലതുവശത്ത് ഫ്ലാറ്റ് നമ്പർ 9C എന്ന് വാതിലിന് മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. സമീപത്തൊന്നും ആരെയും കാണാനുണ്ടായിരുന്നില്ല. സുരഭി വേഗം ചെന്ന് ഡോർബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. കാത്തിരുന്നത് പോലെ പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. സുരഭി വരൂ, പുഞ്ചിരിയോടെ സേതുമാധവൻ വിളിച്ചു. അവൾ ഉള്ളിലേക്ക് കയറി. അയാൾ വാതിലടച്ച് ബോൾട്ടിട്ടു. എനിക്കറിയായിരുന്നു വരുമെന്ന്. സുരഭിയുടെ മുന്നിലേക്ക് ചെന്ന് അയാളെ പറഞ്ഞു. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സേതുമാധവൻ കൈകൾ രണ്ടും വിടർത്തി സുരഭിയെ കെട്ടിപ്പിടിച്ചു. അവൾ വിധേയയായി അയാളുടെ നെഞ്ചിൽ മാറിടങ്ങൾ അമർത്തി നിന്നു. സുരഭി, അയാൾ പ്രേമപൂർവം അവളെ വിളിച്ചു. എന്തോ? ആർദ്രമായി അവൾ വിളി കേട്ടു. ഒന്നും പറയണ്ട, എനിക്കറിയാം. അയാൾ മുഖം കുനിച്ച് അവളുടെ ചുണ്ടുകളിൽ മൃദുവായി ഉമ്മ വെച്ചു. എന്നെ മറക്കാതിരുന്നാൽ മാത്രം മതി, അവൾ പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരുന്നു നീ, ഇനിയും എന്നും ഉണ്ടാവും. പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നിന്നു. സേതുമാധവനും സുരഭിയും ബെഡിൽ അടുത്തടുത്തിരുന്നു. അയാൾ ഉപയോഗിച്ച ആഫ്റ്റർ ഷേവിൻ്റെ നേർത്ത സുഗന്ധം അപ്പോഴും അവളെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എത്രയോ അവസരങ്ങൾ കിട്ടുമായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും ഇതുപോലെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. അതിന് കാരണം സേതു ഒരു ദിവസം എൻ്റേതാകുമെന്ന്, അല്ലെങ്കിൽ ഞാൻ സേതുവിൻ്റേതാകുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറുമായിരുന്നു. അതെ, അതാണ് സത്യം. അയാൾ അവളുടെ കൈപിടിച്ച് വിരലുകളിൽ ചുംബിച്ചു. ഗാതമോൾക്കറിയാം ഞാനിന്ന് ലീവാണെന്ന്, സേതുവിനെ കാണാൻ വരുമെന്ന് സുരഭി പറഞ്ഞു. പറഞ്ഞോ മോളോട്? പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. അവൾ പറഞ്ഞു അമ്മ പോകണമെന്ന്. ഒന്നിച്ച് ചെലവഴിക്കാൻ ഒരുപക്ഷെ ഇനി ഇതുപോലൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. ഗാതമോള് ചെറിയ കുട്ടിയല്ലല്ലോ. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും മോൾക്കറിയാനുള്ള പ്രായമായില്ലേ. അങ്ങനെ ഒരു മോളെ കിട്ടിയത് സുരഭിയുടെ ഭാഗ്യമാണ്, സേതുമാധവൻ പറഞ്ഞു. അവളെനിക്ക് മോള് മാത്രമല്ല സേതു, എൻ്റെ കൂട്ടുകാരി കൂടിയാണ്. നമ്മൾ വിവാഹിതരാകണമെന്ന് അവൾക്കായിരുന്നു നിർബന്ധം. ഞങ്ങൾ സ്ത്രീകൾ ആശങ്ക കൊണ്ടോ ലജ്ജ കൊണ്ടോ ഉള്ളിലുള്ള ആഗ്രഹം പറയാറില്ല. ഒരു പുരുഷൻ്റെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം അവർക്ക് കിട്ടാറുമില്ല. ഒരു പുരുഷൻ്റെ സാമീപ്യം അത് മതിയെന്നാണോ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ഏതെങ്കിലും ഒരു പുരുഷൻ്റെ സാമീപ്യമല്ല, അവൾക്കിഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുരുഷന്മാർ കുറേ കൂടി ധൈര്യശാലികളാണ്, അയാൾ പറഞ്ഞു. അത് മനസ്സിലായി. എങ്ങനെ? അതുകൊണ്ടല്ലേ ഇന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചത്. ആഗ്രഹം തോന്നിയാലും ഞാനാണെങ്കിൽ അങ്ങനെ ചോദിക്കില്ലായിരുന്നു. അപ്പോൾ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വരില്ലായിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് സേതു മാത്രമാണ്. നമ്മളൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ വിധി അതിന് അനുവാദം തന്നില്ലെന്ന് മാത്രം. എൻ്റെ മനസ്സും ഈ ശരീരവും സേതുവിന് മാത്രമുള്ളതാണ്, അവൾ പറഞ്ഞു. എനിക്കറിയാം സുരഭി, എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു സ്ത്രീ ഉണ്ടാവുകയില്ല. സേതുമാധവൻ അവളെ ചേർത്ത് പിടിച്ച് ചുണ്ടുകളിൽ ഗാഢമായിട്ടൊന്ന് ചുംബിച്ചു. അന്ന് OP ഡ്യൂട്ടിയായിരുന്നു ഗാഥയ്ക്ക്. ഉച്ചയ്ക്ക് 1:30 ആവുന്നതുവരെ ഒരു വെള്ളം കുടിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല. അത്രയ്ക്ക് നീണ്ട ക്യൂ ആയിരുന്നു രോഗികളുടെ. 1:30 ആയപ്പോഴേക്കും പകരമുള്ള ഡോക്ടർ വന്നു. 1 മണിക്കൂർ ഭക്ഷണവേള. സൂരജിനെ ഒന്ന് വിളിക്കണമെന്ന് അവൾ നേരത്തെ തീരുമാനിച്ചതാണ്. കാണണം, സംസാരിക്കണം, വിഷാദഭാവത്തിൻ്റെ കാരണം അറിയണം. അവൾ മൊബൈലെടുത്ത് സൂരജിനെ വിളിച്ചു. എന്താ കഥ? അയാൾ ഉടൻ കോളെടുത്തു. സൂരജ് എവിടെയാണ്? ഞാനിപ്പോൾ ബ്ലഡ് ബാങ്കിൽ നിൽക്കുന്നു. ഒരു ആക്സിഡൻറ്റ് കേസിൻ്റെ സർജറി കഴിഞ്ഞു. കുറച്ച് ബ്ലഡ് കൂടി വേണ്ടി വരും. അതിൻ്റെ കാര്യം പറയാനാണ്. എപ്പോൾ ഫ്രീ ആകും? 10 മിനിറ്റ്. ഫുഡ് കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, സമയം കിട്ടിയില്ല, അയാൾ പറഞ്ഞു. കഴിക്കണ്ടേ? ഒട്ടും വിശപ്പ് തോന്നില്ല. ഞാനും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. സൂരജ് ഫ്രീ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചാണ്. ഗാഥ ഇപ്പോൾ എവിടെയാണ്? ഓർത്തോ വാർഡിലാണ്. ശരി, ഞാനങ്ങോട്ട് വരാം, 5 മിനിറ്റ്, അയാൾ പറഞ്ഞു. ഓക്കെ. അവൾ കോള് കട്ട് ചെയ്തിട്ട് വാർഡിൽ നിന്നിറങ്ങി പുറത്തു ചെന്ന് നിന്നു. സൂരജ് വന്നാൽ സമയം കളയാതെ കഴിക്കാൻ പോകാം. അവിടെ കാത്തു നിൽക്കെ അധികം വൈകാതെ സൂരജ് ബൈക്കിൽ വന്നു. എങ്ങോട്ട് പോകണം? ബൈക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾ ചോദിച്ചു. അധികം തിരക്കില്ലാത്ത എങ്ങോട്ടെങ്കിലും, ഗാഥ പറഞ്ഞു.
ഈ സമയത്ത് എവിടെ ചെന്നാലും തിരക്കായിരിക്കടോ. അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, കയറ്. അവൾ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. വണ്ടി അല്പം ഓടി മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. പിന്നെ അല്പദൂരം കൂടി ചെന്നിട്ട് ഒരു ഇട റോഡിലേക്ക് പ്രവേശിച്ചു. ഒടുവിൽ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നു. ഇവിടെ മീൽസ് കിട്ടില്ല, വേറെ എന്തെങ്കിലും മതിയോ? വണ്ടിയിൽ നിന്നിറങ്ങാതെ സൂരജ് ചോദിച്ചു. മതി. പ്രിയരെ, ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾക്കായിട്ട് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുഭദിനം.